ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പ്രൊജക്ട് ടൈഗറിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കാണുന്നത്. 7th പാരഗ്രാഫ്. നീഡ്ലെസ് ടു സേ, ഇൻ അവർ കൺട്രി ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി ടു ഫൈൻഡ് ട്രെയിൻഡ് ആനിമൽസ്, although some films have been made in Bombay and Madras that involved working with elephants, horses and tigers. നമ്മുടെ രാജ്യത്ത് കാര്യം പറഞ്ഞാൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസ് വളരെ കുറവാണ്. മദ്രാസിലും ബോംബെയിലും ഒക്കെ ആനകളെയും കുതിരകളെയും കടുവകളെയും ഒക്കെ ഉൾപ്പെടുത്തി പല സിനിമകൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മുടെ രാജ്യത്ത് ശരിക്കും പറയുകയാണെങ്കിൽ പരിശീലിപ്പിക്കപ്പെട്ട മൃഗങ്ങൾ അത്രമാത്രം ഇല്ല, കണ്ടെത്തുക വളരെ എളുപ്പമല്ല. Their performance did suggest that they were used to do obeying commands. അപ്പം ഇത്തരത്തിലുള്ള മൃഗങ്ങളുടെയൊക്കെ പ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആജ്ഞകളൊക്കെ അനുസരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് അനുസരിച്ച് ശീലമുള്ളവയാണ് അത്തരത്തിലുള്ള ഈ മൃഗങ്ങൾ, ഇതിലൊക്കെ അഭിനയിക്കുന്ന മൃഗങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻ ബംഗാൾ it is sometimes possible to find clever dogs, particularly police dogs, which are quite intelligent. ഇതുപോലെ തന്നെ പറയുകയാണ്, ബംഗാളിലൊക്കെ ചിലപ്പോൾ നമുക്ക് നല്ല ബുദ്ധിയുള്ള നായ്ക്കളെ, ഡോഗ്സിനെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് പോലീസ് നായ്ക്കൾ, പോലീസ് ഡോഗുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ബംഗാളിൽ മാത്രമല്ല, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പോലീസ് ഫോഴ്സിൽ ധാരാളം ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഡോഗ് സ്ക്വാഡ് തന്നെയുണ്ട്. If one is prepared to be patient, it is not altogether impossible to get good performance out of them, as we managed to do with Bulo in Padar Panchali. ഇദ്ദേഹം പറയാണ്, ക്ഷമയോടുകൂടി വളരെ പ്രിപ്പയർഡ് ആയിട്ട് ഒരാൾ തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് മൃഗങ്ങളെ ഉപയോഗിക്കാൻ പറ്റും. അദ്ദേഹം അതിനൊരു ഉദാഹരണം പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ മൂവിയായ പതേർ പാഞ്ചാലിയിലെ ബൂലോയുടെ പ്രകടനമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ബോലയെ കൊണ്ട് ചെയ്യിക്കാൻ സാധിച്ചു. അത് ഒരു വ്യക്തി റെഡിയായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. Yet a dog might be difficult but not impossible to handle. What was one supposed to do if there was need for a tiger in a film? ഇപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, ഒരു നായയെ ഇതുപോലൊരു പ്രോഗ്രാമിൽ, അതായത് ഒരു ഡോഗിനെ ഇതുപോലൊരു സിനിമയിൽ അഭിനയിപ്പിക്കാൻ റെഡിയാക്കുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ്. എങ്കിൽ കൂടിയും അത് അസാധ്യമായ ഒന്നല്ല. സാധ്യമാണ്, പക്ഷേ ഡിഫിക്കൽട്ടാണെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു സിനിമയിലൊരു കടുവയെ അഭിനയിപ്പിക്കേണ്ടി വന്നാൽ, ആവശ്യമായി വന്നാൽ ഒരാൾ എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് കരുതുന്നത്. എങ്ങനെ അത് സാധിക്കും? അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം ടു. അപ്പോൾ അദ്ദേഹം പറയാണ്, അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു അവസരം ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴാണ്? വെൻ വി വർ ഷൂട്ടിംഗ് ഗൂപ്പി ഗൈന ബാഗ ബൈന. അതായത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മൂവിയാണ് ഗൂപ്പി ഗൈന ബാഗ ബൈന എന്ന ആ മൂവി. അത് ചിത്രീകരിക്കുന്ന സമയത്ത് ഇതുപോലൊരു പ്രശ്നം അവർക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നു. ഒരു മൃഗത്തെ അഭിനയിപ്പിക്കേണ്ടി വന്നു. ഏതാണ് ആ മൃഗം? എന്താണ് സംഭവം? ഇൻ ദ ഫിലിം, ഗൂപ്പി ഹൂ ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ് വാണ്ടേഴ്സ് ഇൻ ദ ഫോറസ്റ്റ് മീറ്റ്സ് ബാഗ ഹൂ ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്. ഈ ഫിലിമിലെ കഥ എങ്ങനെയാണ്? അതായത് ഈ സിനിമയിൽ രാജാവ് നാട് കടത്തിയ ഗൂബി എന്ന വ്യക്തി കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ബാഗയെ കണ്ടുമുട്ടുകയാണ്. ഈ ബാഗയെയും ഒരിക്കൽ രാജാവ് ഇതുപോലെ നാട് കടത്തിയതാണ്. ഓക്കെ. They see a tiger and freeze, but the tiger simply walks about in the forest without paying them the slightest attention. അങ്ങനെ ഇവരെ കണ്ടുമുട്ടുന്നു. ആ സമയത്ത് ഇവർ ആ കാട്ടിലൊരു കടുവയെ കാണുകയും കണ്ട് പേടിച്ച് മരവിച്ച് നിൽക്കുകയുമാണ്. പക്ഷേ ഈ സമയത്ത് കടുവ അവരെ അല്പം പോലും ശ്രദ്ധിക്കാതെ കാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. ഒരു രീതിയിലും നമ്മുടെ കടുവ അവരെ മൈൻഡേ ആക്കുന്നില്ല. ഇതാണ് ആ സീൻ. ഓക്കെ, ഇവിടെ സൈഡിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 6, ഐഡൻറ്റിഫൈ ദ മെയിൻ ടോപ്പിക് ഓഫ് ദ ആർട്ടിക്കിൾ ഫ്രം പാരഗ്രാഫ് 8. അതായത് 8ാമത്തെ പാരഗ്രാഫിലെ മെയിനായിട്ടുള്ള വിഷയം, മുഖ്യ വിഷയം എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് മുഖ്യ വിഷയം? ഇറ്റ് വാസ് അബൌട്ട് എ ടൈഗർ, റൈറ്റ്?
വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദർ വാസ് എ നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം? ഒരു സിനിമയിൽ ഒരു ടൈഗറിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ, ടൈഗറിനെ അഭിനയിപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അതിലെ മെയിൻ ടോപ്പിക്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് അതർ ഡീറ്റെയിൽസ് ആർ ഗിവൻ അബൌട്ട് ദ ടോപ്പിക് ഇൻ ദ പാരഗ്രാഫ്? ഈ പാരഗ്രാഫിൽ അതിൻ്റെ മുഖ്യ വിഷയത്തെക്കുറിച്ച് എന്തെല്ലാമാണ് നമുക്ക് കൂടുതലായിട്ട് നൽകിയിരിക്കുന്നത്, എന്തെല്ലാം വിവരങ്ങളാണ് കൂടുതലായിട്ട് നൽകിയിരിക്കുന്നത്? ഇവിടെ നമുക്ക് തന്നേക്കുന്ന വിവരങ്ങൾ എന്താണ് കൂടുതൽ? അബൌട്ട് ദ ഫിലിം, അല്ലേ? ഗോപി ഗായന ബാഗബൈന എന്ന ഫിലിം അങ്ങനെ തന്നിട്ടുണ്ട്. അതിൽ ഷൂട്ട് ചെയ്യേണ്ടത് ഒരു ടൈഗറിനെയാണ്. അതുപോലെ സീൻ എന്താണ്? നാട് കടത്തപ്പെട്ട ഗോപിയും അതുപോലെ ബാഗയും കാട്ടിൽ വെച്ച് കണ്ടുമുട്ടുകയും അവിടെ അവരൊരു ടൈഗറിനെ കണ്ട് ഫ്രീസ് ആകുകയും ചെയ്യുന്നു. പക്ഷേ ഈ സമയത്ത് ടൈഗർ വളരെ സിമ്പിളായിട്ട് അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പോകുന്നു, ഇവരെ മൈൻഡേ ചെയ്യുന്നില്ല. ഇസ് ഇറ്റ്? യെസ്, അതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ഡീറ്റെയിൽസ്. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. പാരഗ്രാഫ് 9. Having thought of the scene, I simply had to shoot it. But where were we going to find a tiger? അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ രംഗത്തെപ്പറ്റി ഓർത്താൽ അത് ഞാൻ വെറുതെ അങ്ങ് ഷൂട്ട് ചെയ്താൽ മതിയെന്ന് തോന്നും. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഞാൻ എവിടെ നിന്ന് ഒരു കടുവയെ കണ്ടെത്തി കൊണ്ടുവരും ഇത് ഷൂട്ട് ചെയ്യാനായിട്ട്, ഈ സീനിൽ അവതരിപ്പിക്കാനായിട്ട്? The obvious thing to do was to look in a circus since they were likely to have trained animals. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ടൈഗറിന് ആവശ്യമുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ സാധാരണ രീതിയിൽ നടക്കാനുള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ സർക്കസുകാരുടെ കൈകളിൽ പരിശീലനം കൊടുത്തിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള മൃഗങ്ങളുണ്ടായിരിക്കും. സർക്കസിലൊന്ന് അന്വേഷിച്ച് നോക്കുക എന്നുള്ളതാണ് പൊതുവിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, വൺ കോൾഡ് ഭാരത് സർക്കസ് വാസ് വിസിറ്റിംഗ് കൽക്കട്ട അറ്റ് ദ ടൈം ഹോൾഡിംഗ് ഷോസ് ഇൻ മാർക്കസ് സ്ക്വയർ. അപ്പോൾ അദ്ദേഹം പറയണം, സത്യത്തിൽ ആ സമയത്ത് ആൾക്കാർ ഭാരത് സർക്കസ് എന്ന് വിളിക്കുന്ന ഒരു സർക്കസ് കമ്പനി കൽക്കട്ടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മാർക്കസ് സ്ക്വയർ എന്ന സ്ഥലത്ത് പ്രദർശനം നടത്താനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. We sent someone to make an appointment with its Tamil manager and then went to meet him one morning. അപ്പോൾ ഇവർ സർക്കസ് കമ്പനിയുടെ മാനേജർ, അദ്ദേഹം ഒരു തമിഴനാണ്. അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടക്കുമോ എന്നറിയാനായിട്ട് അപ്പോയിൻമെൻറ്റിനായിട്ട് ഒരാളെ വിട്ടു. അങ്ങനെ ഒരു ദിവസം രാവിലെ അദ്ദേഹത്തെ കാണാനായിട്ട് ഇവർ പോവുകയാണ്. അപ്പോയിൻമെൻറ്റ് കിട്ടി, കാണാൻ പോവുകയാണ്. He greeted us warmly and ordered South Indian coffee for us. അപ്പോൾ അദ്ദേഹം വളരെ സൗഹൃദത്തോടുകൂടി ഇവരെ സ്വീകരിച്ചിരുത്തി. അതുപോലെ തന്നെ അദ്ദേഹം ദക്ഷിണേന്ത്യൻ കാപ്പി കൊണ്ടുവരാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇവർക്ക് കുടിക്കാനായിട്ട്. The manager heard the reason for our visit, then sent for one Mr. Thorat. അങ്ങനെ മാനേജർ എന്തുകൊണ്ടാണ് ഞങ്ങളവിടെ അദ്ദേഹത്തെ കാണാൻ എത്തിയെന്ന് മനസ്സിലാക്കുന്നു, നമ്മുടെ ആവശ്യം അറിയുന്നു. അങ്ങനെ അദ്ദേഹം മിസ്റ്റർ തൊറാട്ട് എന്ന ആളെ വിളിപ്പിക്കുകയാണ്, അങ്ങോട്ട് വരാൻ വേണ്ടി പറയുകയാണ്. ഹി ടേൺഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. ഹി ടു വാസ് എ സൗത്ത് ഇന്ത്യൻ. അപ്പോൾ ആരാണ് ഈ മിസ്റ്റർ തൊറാട്ട്? അദ്ദേഹം റിംഗ് മാസ്റ്ററാണ്. നിങ്ങൾ ദിലീപിൻ്റെ റിംഗ് മാസ്റ്റർ എന്ന മൂവി കണ്ടിട്ടുണ്ടാവും അല്ലേ? അതായത് മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ പരിശീലിപ്പിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന ആളാണ് റിംഗ് മാസ്റ്റർ. അപ്പം മിസ്റ്റർ തൊറാട്ടിനെ അങ്ങോട്ട് വിളിക്കുകയാണ്. അദ്ദേഹം ഒരു സൗത്ത് ഇന്ത്യനാണ്. ഓക്കെ, ഇനി അദ്ദേഹത്തെ പറ്റി ചില കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. ഹി ടു വാസ് എ സൗത്ത് ഇന്ത്യൻ, വെരി വെൽ ബിൽഡ് വിത്ത് ഫീച്ചേഴ്സ് സം വാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി. അപ്പോൾ ഇവർ പറയാണ്, വളരെ നല്ല ഉറച്ച ശരീരഘടനയുള്ള ഒരു വ്യക്തിയായിരുന്നു, നേപ്പാളികളുടെ ലക്ഷണത്തോടുകൂടിയുള്ള ഒരു ദക്ഷിണേന്ത്യക്കാരനാണ് ഇദ്ദേഹമെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. He showed us an old scar on his forearm which had been caused by a tiger. അപ്പോൾ ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞൊരു 40 വയസ്സ്, അതിൽ കൂടുതൽ ഒട്ടും ഉണ്ടാവില്ല, അങ്ങനെ ഒരു പ്രായമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റിയിലുണ്ടായ ഒരു പഴയ പാട് ഇങ്ങനെ കാണിച്ചു തരാണ്. ഇത് ഒരു കടുവ മൂലമുണ്ടായതാണ്. ചിലപ്പം കടുവയുടെ നഖം കൊണ്ടതോ ഏതെങ്കിലും ആക്രമണം ഉണ്ടാവുകയോ മറ്റോ ചെയ്തതായിരിക്കാം. എന്തായാലും അങ്ങനെയുള്ളൊരു മുറിവ് അദ്ദേഹത്തിന് നെറ്റിയിലുണ്ടായിരുന്നു. അത് അദ്ദേഹം
കാണിച്ചു തന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് 10. വി ടോൾഡ് ഹിം വാട്ട് വി വാണ്ടഡ്. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്താണ് ഞങ്ങൾക്ക് ആവശ്യം, എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്നുള്ള കാര്യം. The shooting was taking place near Shiuri in Beerboom. അപ്പോൾ ഈ ഷൂട്ടിങ് നടത്തേണ്ട സ്ഥലം എവിടെയാണ്? ബീർഭൂമിയിലെ ഷിയൂരി എന്ന സ്ഥലത്താണ് ചിത്രീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക്ക് ബാംബു ഗ്രൂവ്. അപ്പം ഇവർക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു വളരെയധികം ബാംബൂസ്, അതായത് മുളങ്കാട്, ഓക്കെ, അപ്പോൾ ഇടതൂർന്ന് നിൽക്കുന്ന മുളങ്കാടുകൾക്കിടയിലാണ് ഈ കടുവയെ ഇവർക്ക് ചിത്രീകരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. All the animal was required to do was come out of the bamboo groove into an open space, pace gently for a while, look at the camera if possible, and then go back. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ കടുവ അഭിനയിക്കേണ്ടത്? കടുവ ആകപ്പാടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുളങ്കാട്ടിൽ ആ തുറന്ന സ്ഥലത്തൂടെ ഇങ്ങനെ പതുക്കെ നടന്ന് വരിക, കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ നടന്നിട്ട് സാധിക്കുമെങ്കിൽ ക്യാമറയിലേക്ക് ഒന്ന് നോക്കുക, എന്നിട്ട് തിരിച്ചു പോവുക. ഇതാണ് നമ്മുടെ ടൈഗറിന് ചെയ്യാനുള്ളത്. കുഡ് എ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്? മിസ്റ്റർ തൊറാട്ട് നോഡഡ്. അപ്പം അദ്ദേഹം ചോദിക്കുകയാണ്, ഈ ഭാരത് സർക്കസിലെ ഒരു കടുവയ്ക്ക് ഈ ഒരു ജോലി ചെയ്യാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. നേരം നമ്മുടെ റിംഗ് മാസ്റ്റർ മിസ്റ്റർ തൊറാട്ട് പറഞ്ഞു, അദ്ദേഹം സമ്മത രൂപത്തിൽ പറ്റും എന്നുള്ള ആ ശൈലിയിൽ ഇതൊക്കെ സാധിക്കുമെന്നുള്ള രീതിയിൽ തലയാട്ടി. ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ? ആസ് ദ മാനേജർ. അന്നേരം മാനേജർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എത്ര നേരത്തേക്കാണ് നിങ്ങൾക്ക് കടുവയെ വേണ്ടത് ഷൂട്ട് ചെയ്യാനായിട്ട്? പെർഹാപ്സ് എ കപ്പിൾ ഓഫ് അവേഴ്സ് ഫോർ ദ ഷൂട്ടിംഗ്, ഐ റിപ്ലൈഡ്. അപ്പം ഞാൻ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഏതാണ്ട് ഒരു 2 മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂർ അത് മതിയാവും. ബട്ട് വാട്ട് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ടു ആൻഡ് ഫ്രം ഷൂരി? അതായത് ഈ ഒരു സമയം മാത്രമല്ല, നമ്മൾ അതിൻ്റെ അകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട മറ്റൊരു സമയം കൂടെ ഉണ്ട്. അതായത് ഷിയൂരിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്കെടുക്കുന്ന സമയം, അത് ഇതിന് പുറമെയാണ്. ഷൂട്ട് ചെയ്യാൻ 2 മണിക്കൂർ മതി എങ്കിൽ കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സമയം അത് ഇതിന് അപ്പുറമാണ്. അതെത്ര വരും? ഓൺ ബീങ് ടോൾഡ് ദാറ്റ് ദ ട്രാവൽ ഇറ്റ് സെൽഫ് ഷുഡ് ടേക്ക് നോ മോർ ദാൻ 2 days, the manager agreed to put the tiger in its cage and send it in lorry. അപ്പോൾ യാത്രയ്ക്ക് തന്നെ 2 ദിവസത്തിൽ കൂടുതൽ സമയം എടുക്കില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോൾ നമ്മുടെ മാനേജർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ കടുവയെ അതിൻ്റെ കൂട്ടിൽ ഇട്ടിട്ട് ലോറിയിൽ കയറ്റി അയക്കാം. ഹി ഇൻവൈറ്റഡ് us to take a look at the tiger. അപ്പം കടുവയെ കാണാനായിട്ട് അദ്ദേഹം ഞങ്ങളെല്ലാവരെയും ക്ഷണിച്ചു. ആര്? നമ്മുടെ മാനേജറാട്ടോ ക്ഷണിച്ചത്. ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദ അനിമൽ ഫ്രീ ഇൻ ദ ബാംബു ഗ്രൂവ്? ഐ കുഡൻ ഹെൽപ്പ് ആസ്കിങ്. ഇവിടെ ഒരു സംഭവം നടന്നു. എന്താണത്? ഇദ്ദേഹത്തിന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അങ്ങ് ചോദിച്ചു പോയി. ഇതാണ് ചോദിച്ചത്. ആ മുളങ്കാട്ടിൽ വെച്ച് ഈ കടുവയെ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി തുറന്നു വിടാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അത് എളുപ്പമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആരാ ചോദിച്ചത്? നമ്മുടെ സത്യജിത് റേ അങ്ങോട്ട് ചോദിച്ചു. മിസ്റ്റർ തൊറാട്ട് ഫ്രോണ്ട്. ഐ എം നോട്ട് ഷുവർ, ഹി റിപ്ലൈഡ്. ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ് ഓൺ ഹിസ് ഓൺ, സോ റിയലി ഐ ഡോണ്ട് നോ. എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താണ് മറുപടി കിട്ടിയതിന് ആ ചോദ്യത്തിന്? മിസ്റ്റർ തൊറാട്ട് ആദ്യമേ ഇത് കേട്ടപാടെ അദ്ദേഹത്തിൻ്റെ നെറ്റി ഒന്ന് ചുളിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഉറപ്പൊന്നുമില്ല, ഞാൻ ഒരിക്കലും കൂടിൻ്റെ പുറത്ത് തനിയെ ഈ കടുവയെ വിട്ടിട്ടില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല അത് നടക്കുമോ ഇല്ലയോ എന്ന്. നമ്മുടെ തൊറാട്ട് ഉള്ള സത്യം അങ്ങ് പറഞ്ഞു. വാട്ട്? വേർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ദ ട്രെയിൻ? ഇത് കേട്ടപാടെ നമ്മുടെ സത്യജിത് റേ ഞെട്ടി. എന്ത്? അപ്പം നമ്മുടെ സകല പ്ലാനുകളും ഒലിച്ചു പോവുമോ? നശിച്ചു പോവുമോ? ഇതൊന്നും വർക്കൗട്ട് ആവില്ലേ? ഹൗ കുഡ് വി ലെറ്റ് ദ ടൈഗേഴ്സ് ട്രെയിനർ ബി സീൻ വിത്ത് ദ അനിമൽ? അപ്പോൾ ഇവിടെ ഇദ്ദേഹം ചിന്തിക്കുകയാണ്, എങ്ങനെ ഈ മൃഗത്തോടൊപ്പം, അതായത് നമ്മുടെ കടുവയോടൊപ്പം അതിൻ്റെ ട്രെയിനറേയും കൂടി നമുക്ക് വിടാൻ സാധിക്കുമോ? അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെ അനുവദിക്കും? ഹൗ കുഡ് ഗൂപ്പി ആൻഡ് ബാഗ ബി പെട്രിഫൈഡ് വിത്ത് ഫിയർ ഇഫ് ദ സപ്പോസഡ്ലി ഫെറോഷ്യസ് ആനിമൽ വാസ് അക്കമ്പനിഡ് ബൈ എ മാൻ? ഇവിടെ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു
കടുവയെപ്പോലെ ക്രൂരനായൊരു മൃഗത്തോടൊപ്പം ഒരു മനുഷ്യൻ കൂടെ നടന്നു വരികയാണെങ്കിൽ എങ്ങനെയാണ് ഈ സീനിൽ ഗൂബിയും ബാഗയും ഇത് കണ്ടിട്ട് ഭയം മൂലം സ്തംഭിച്ച് നിൽക്കുന്നത്? ഒരു കടുവ ഒറ്റയ്ക്കാണെങ്കിൽ ഭയം വരാം, അതിൻ്റെ കൂടെ അതിനെ നോക്കുന്ന ട്രെയിനറും കൂടെ വരികയാണെങ്കിൽ ഇവരെങ്ങനെ സ്തംഭിച്ചിങ്ങനെ നിൽക്കും? ആ ഒരു സീനിൽ വെക്കുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവില്ലല്ലോ. അതെങ്ങനെ ചോദിക്കുകയാണ്, മനസ്സിൽ ചിന്തിക്കുകയാണ്. നോ, വി കുഡ് നോട്ട് അലൗ ദാറ്റ് ടു ഹാപ്പൻ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഓ നോ, അത് സമ്മതിക്കാൻ പറ്റില്ല, ആ സീനിൻ്റെ എല്ലാ കാര്യങ്ങളും അതോടെ നഷ്ടപ്പെടും, അപ്പോൾ അതൊന്നും സാധിക്കില്ല, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം അവിടെ വരികയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഹൗ ഡിഡ് റേ മാനേജ് ടു ഗെറ്റ് എ ടൈഗർ? അതായത് എങ്ങനെയാണ് റേ ഒരു കടുവയെ കണ്ടെത്തിയത്, അല്ലെ എങ്ങനെ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ആൻസർ? റേ ഗോട്ട് ദ ടൈഗർ ഫ്രം ഭാരത് സർക്കസ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ റേക്ക് ആ സമയത്ത് അവിടെ കൽക്കട്ട വിസിറ്റ് ചെയ്ത ഭാരത് സർക്കസിൽ നിന്നും ഒരു ടൈഗറിനെ കിട്ടുകയാണ് ചെയ്തത്, അല്ലേ? അടുത്തത് 9th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റോൾ ഓഫ് എ റിംഗ് മാസ്റ്റർ ഇൻ എ സർക്കസ്? ഒരു സർക്കസിലെ ഒരു റിംഗ് മാസ്റ്ററിൻ്റെ ജോലി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് റിംഗ് മാസ്റ്റർ? സോ ദിസ് ഇസ് റിംഗ് മാസ്റ്റർ ഹൂ കൺട്രോൾസ് ദ പെർഫോമൻസ് ഓഫ് ദ സർക്കസ് റിംഗ് ഓർ ദ ആനിമൽസ് ദെയർ. അതായത് സർക്കസിലുള്ള ആനിമൽസിനെ ആ സർക്കസ് റിങ്ങിൽ അവരെ പെർഫോം ചെയ്യിക്കുന്നത് റിംഗ് മാസ്റ്ററാണ്. സോ ഹീ ഈസ് ദ ട്രെയിനർ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 10. What were the difficulties faced in bringing the tiger before the camera? അതായത് നമ്മുടെ കടുവയെ ക്യാമറയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് പ്രയാസം എന്താണ്? ദ ട്രെയിനർ വാസ് നോട്ട് ഏബിൾ ടു ഫൈൻഡ് ദ ടൈഗേഴ്സ് ബിഹേവിയർ വെൻ ഇറ്റ് വിൽ ബി ഔട്ട് ഓഫ് ദ കേജ്, അല്ലേ? കേജിന് പുറത്തായിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയായിരിക്കും ഈ ടൈഗർ ബിഹേവ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മുടെ ട്രെയിനർ അറിയത്തില്ല. അടുത്ത കാര്യം എന്താണ്? അഥവാ ട്രെയിനർ കൂടെ ഉണ്ടാകണമെങ്കിൽ ഈ സീനിൽ കടുവയുടെ ഒപ്പം ട്രെയിനറും കൂടെ അക്കമ്പനി ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ സിനിമയിലെ മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഞെട്ടുക, ഭയക്കുക, ഭയമുണ്ടാകുക എന്നുള്ള ചോദ്യമാണ്. 11th question. What does the expression to go down the drain mean? അതായത് to go down the drain എന്ന പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. അതിൻ്റെ അർത്ഥം to be washed എന്നാണ്, ഒലിച്ചു പോവുക എന്നുള്ളതാണ് അർത്ഥം. ഇനി അടുത്ത പാരഗ്രാഫ്, 12ാമത്തെ പാരഗ്രാഫ്. Mr. Thorat found a solution. I will tie a wire around the tiger's neck. It will be thin but strong. അപ്പോൾ നമ്മുടെ സത്യജിത്ത് റായുടെ സങ്കടങ്ങൾക്ക് ഒരു മാർഗം നമ്മുടെ മിസ്റ്റർ തൊറാട്ട് കണ്ടുപിടിച്ചു. എന്താണത്? അദ്ദേഹത്തിൻ്റെ പ്രതിവിധി എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞത് കടുവയുടെ കഴുത്തിൽ അദ്ദേഹം ഒരു കമ്പി കെട്ടാം. ആ കമ്പിയുടെ പ്രത്യേകത എന്താണ്? വളരെ കനം കുറഞ്ഞതും എന്നാൽ നല്ല ബലമുള്ളതുമായ ഒരു കമ്പി. അത് കെട്ടിയിട്ട് കടുവയെ കൺട്രോൾ ചെയ്യാം. അല്ലാതെ ട്രെയിനർ കടുവയുടെ കൂടെ ഉണ്ടാവണമെന്നില്ല, ആ രീതിയിൽ ചെയ്യാമെന്ന് പറയാം. ഇഫ് ദ വയർ വാസ് തിൻ എനഫ്, perhaps it would remain invisible to the camera, but it was likely that the hair on tiger's neck would be flattened by the wire, which would give the whole thing away. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയാണ്, കമ്പി കനം കുറഞ്ഞതാണ് എങ്കിൽ അത് നമ്മുടെ ടൈഗറിൻ്റെ കഴുത്തിൽ കെട്ടിയാൽ ക്യാമറയിൽ ഒരു പക്ഷേ കമ്പി കെട്ടിയതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കില്ലായിരിക്കും, കാണത്തില്ലായിരിക്കും, അതായത് കമ്പി കാണില്ലായിരിക്കും. എന്നാൽ വേറൊരു പ്രശ്നമുണ്ട്. ഈ കടുവയുടെ കഴുത്തിലെ രോമം ഇതിലെയാണോ കമ്പി കൊണ്ട് കെട്ടിയേക്കുന്നത്, ആ ഭാഗം പരന്നു പോകാനുള്ള സാധ്യതയുണ്ട്. രോമം മാറി നിൽക്കുമല്ലോ, അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് ഇദ്ദേഹം പറയുകയാണ്. വാട്ട് ഇഫ് വി ഫൗണ്ട് എ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ, ഫിക്സ് ദ വയർ ടു ദിസ് കോളർ ആൻഡ് ദെൻ ടൈഡ് ഇറ്റ് റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്, ഐ സെഡ്. അപ്പോൾ അങ്ങനെ ഈ കമ്പി കാണില്ലെങ്കിലും ആ കെട്ടിയ ഭാഗത്തെ രോമങ്ങൾ മാറിയിരുന്നു കഴിഞ്ഞാൽ എല്ലാ രഹസ്യവും പുറത്തു വരും, അല്ലേ? ആൾക്കാർക്കെല്ലാം മനസ്സിലാവും ഇതൊരു കമ്പി എവിടെ കെട്ടിയിട്ടുണ്ട്, എന്തോ കെട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അതിനൊരു മാർഗം ഇദ്ദേഹം നിർദ്ദേശിക്കുകയാണ്, സത്യജിത് റേ നിർദ്ദേശിക്കുകയാണ്. എന്താണ്? ഒരു കടുവാ തോല് കൊണ്ടുള്ള ഒരു കോളർ അത് നിർമ്മിക്കുക, എന്നിട്ട് അതിൽ കമ്പി ഉറപ്പിച്ച് ആ കോളർ നമ്മുടെ കടുവയുടെ കഴുത്തിൽ കെട്ടുക. അങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഈ പ്രോബ്ലത്തിൽ നിന്ന് മാറാൻ സാധിക്കില്ലേ, സോൾവ് ആവില്ലേ എന്ന്
ഇദ്ദേഹം നിർദ്ദേശിക്കുക. Now, paragraph 13. In a village called Nottingham, we found a suitable bamboo grove to film the first meeting between Gopi and Bagam and the appearance of the tiger. അപ്പോൾ ഇവർ നമ്മുടെ ബാഗയും ഗൂബിയും തമ്മിലുള്ള അവരുടെ ആദ്യത്തെ ആ കണ്ടുമുട്ടൽ, അതുപോലെ തന്നെ അവിടെ കടുവ പ്രത്യക്ഷപ്പെടുന്നത് എല്ലാം ചിത്രീകരിക്കാൻ പറ്റിയ വളരെ യോഗ്യമായ ഒരു മുളങ്കാട് അവർ നോട്ടൻഗ്രാം എന്ന ഗ്രാമത്തിൽ കണ്ടെത്തുകയാണ്. മിസ്റ്റർ തൊറാട്ട് റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. അങ്ങനെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് മിസ്റ്റർ തൊറാട്ട് കടുവയുമായിട്ട് വരികയാണ്. ദർ വെയർ അബൌട്ട് 25 പീപ്പിൾ ഇൻ ദ ലൊക്കേഷൻ. ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏതാണ്ട് ഒരു 25ഓളം ആൾക്കാരാണുള്ളത്. എ ഫ്യൂ ലോക്കൽ പീപ്പിൾ ടുക്ക് അവർ പെർമിഷൻ ടു ഗോ വിത്ത് അസ് ടു വാച്ച് ഹൗ വി ടാക്കിൾ ദ ടൈഗർ. അപ്പം അതുകൂടാതെ ഏതാണ്ട് കുറച്ച് അവിടെയുള്ള നാട്ടുകാർ ഞങ്ങളെങ്ങനെയാണ് ഈ കടുവയെ കൈകാര്യം ചെയ്യുന്നത്, ഇതിനെ അഭിനയിപ്പിക്കുന്നതെന്ന് കാണാൻ വേണ്ടി ഞങ്ങളോട് അനുവാദമൊക്കെ ചോദിച്ച് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് അവിടെ ഈ ഷൂട്ടിംഗ് കാണാനുള്ളത്. പാരഗ്രാഫ് 14. ദ കേജ് ഓൺ ദ ലോറി വാസ് കവേർഡ്. ലോറിയിലിരിക്കുന്ന കൂട്, നമ്മുടെ ടൈഗറിൻ്റെ കൂട്, അത് മൂടിയിട്ടിരിക്കുകയാണ്. When the cover was removed, we were surprised to see not one but 2 well-fed and robust tigers. അപ്പോൾ മൂടിയിട്ടിരിക്കുന്ന ആ ആവരണം അതങ്ങ് മാറ്റി കണ്ടപ്പോൾ ഇവർ ഒന്ന് അമ്പരന്നു. കാരണം എന്താണ്? ഒരു ടൈഗറല്ല, അതിന് പകരം 2 ടൈഗേഴ്സിനെയാണ് അവിടെ കണ്ടത്. രണ്ടും എങ്ങനെ ഇരിക്കും? നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് തിന്ന് കൊഴുത്ത് നല്ല കരുത്തുള്ള 2 കടുവകളെയാണ് അവർ ആ കൂട്ടിൽ കണ്ടത്. I decide to play it safe, Mr. Thorat explained. If one doesn't get it right, we can use the other. അന്നേരം തൊറാട്ട് പറയാണ്, ഒരു ടൈഗർ നന്നായിട്ട് ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ ചെയ്തതൊന്നും ശരിയായില്ലെങ്കിൽ മറ്റേ ടൈഗറിനെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് 2 ടൈഗേഴ്സിനെ കൊണ്ടുവന്നത്. തൊറാട്ടിൻ്റെ മറ്റൊരു ബുദ്ധിയാണത്. ഓക്കെ, ഇനി സൈഡിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. 12th question. What was Mr. Thorat's suggestion to control the tiger? കടുവയെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ നമ്മുടെ തൊറാട്ടിൻ്റെ ഐഡിയ എന്തായിരുന്നു, നിർദ്ദേശം എന്തായിരുന്നു എന്നാണ് ചോദ്യം. He suggested to tie a thin strong wire around the tiger's neck. ടൈഗറിൻ്റെ കഴുത്തിൽ ഒരു കട്ടി കുറഞ്ഞ തിന്നായിട്ടുള്ള ഒരു കമ്പി അത് കെട്ടുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഐഡിയ. Question number 13. What made Ray think of a collar made of tiger skin? കടുവയുടെ തോല് കൊണ്ടുണ്ടാക്കിയ ഒരു കോളറിനെ കുറിച്ച് ചിന്തിക്കാൻ എന്താണ് നമ്മുടെ സത്യജിത്ത് റേയെ നിർബന്ധിച്ചത്? Mr. Ray, he feared that the wire would make the hairs on the tiger's neck flattened. So he thought of a collar made of a tiger skin. അതായത് കടുവയുടെ കഴുത്തേൽ ഒരു കമ്പിയും കൊണ്ട് അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ രോമങ്ങളൊക്കെ ഇങ്ങനെ മാറി നിൽക്കും, അല്ലേ? അപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റും അങ്ങനെ എന്തോ അവിടെ കെട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തെ കടുവയുടെ തോല് കൊണ്ടുള്ളൊരു കോളർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ചിന്തിക്കാൻ കാരണം. Question number 14. Why did Mr. Thorat bring 2 tigers instead of 1? ഒരു ടൈഗറിന് പകരം 2 എണ്ണത്തെ എന്തിനാണ് മിസ്റ്റർ തൊറാട്ട് കൊണ്ടുവന്നത്? He brought so because if one tiger did not perform well, he could use the other. അതായത് അദ്ദേഹം അങ്ങനെ കൊണ്ടുവരാൻ കാരണം, ഒരു കടുവ നന്നായിട്ട് അഭിനയിക്കുന്നില്ല എങ്കിൽ മറ്റേ കടുവിനെ യൂസ് ചെയ്യാം. അതിനുവേണ്ടി വളരെ ബുദ്ധിപൂർവ്വം അദ്ദേഹം എടുത്ത തീരുമാനമാണത്. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് 3 കാണാം.